പോലും പാഴാക്കാതെ രമേശ് ചെന്നിത്തലയുടെ ഒറ്റക്കോളിൽ രാത്രിക്ക് രാത്രി അർജുനായങ്കിയെ പിടിച്ചകത്തിട്ട കേരള പോലീസിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് അടിമുടി എല്ലാ പോലീസുകാരും തങ്ങളുടെ ദൗത്യം നിറവേറ്റുന്നത്. ഈ പോലീസുകാരനൊന്നും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല, വളരെ കാലമായി സർവീസിലുള്ളവർ തന്നെയാണ്. പക്ഷേ മുൻ പിണറായി സർക്കാരിൽ പിണറായി വിജയൻ നേരിട്ട് ആഭ്യന്തരം കൈയാളിയപ്പോൾ അദ്ദേഹത്തിന് എസ്കോർട്ട് പോകാനും വീടിന് മുന്നിൽ കാവൽ നിൽക്കാനും ഒക്കെയായിരുന്നു പോലീസിന്റെ പ്രധാന പണി. എന്നാൽ ഇന്നിപ്പോൾ കളി ആകെ മാറി. ഓരോ പോലീസുകാരെയും എങ്ങനെ കൃത്യമായി വിന്യസിക്കണമെന്ന് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം. അതിന്റെ കൃത്യമായ റിസൾട്ടാണ് ആയങ്കി കേസിൽ പോലീസ് കാണിച്ച ഈ മിന്നൽ നീക്കത്തിലൂടെ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയങ്കിയെ പൂട്ടിയതോടെ തീരുകയല്ല, മറിച്ച് ക്രിമിനലുകളെ ആവേശത്തോടെ നെഞ്ചിലേറ്റുന്ന സൈബർ പോരാളികൾക്കെതിരെ കൂടിയാണ് ശക്തമായ പോലീസ് വേട്ട തുടരുന്നത്. ക്രിമിനലുകൾ സൂപ്പർ സ്റ്റാറുകളിലെന്നും കുറ്റകൃത്യ പശ്ചാത്തലമുള്ളവരെ സോഷ്യൽ മീഡിയയിലൂടെ മഹത്വവൽക്കരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെ കാണുമെന്നുമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണ്ണക്കടത്തും തട്ടിക്കൊണ്ടുപോകലും അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അർജുനായങ്കിയെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചവരുടെയും അനുകൂലിച്ചവരുടെയും കൃത്യമായ പട്ടിക പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു. ഡിജിറ്റൽ ഇടങ്ങളിൽ ഇത്തരക്കാരെ ആഘോഷിക്കുന്നവരുടെ വീടുകളിലേക്ക് പോലീസ് സംഘം ഉടൻ തന്നെ പരിശോധനയുമായി എത്തും. ആയെങ്കിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും ഏത് രീതിയിലായാലും കർശനമായി അടിച്ചമർത്തുകയാണ് ലക്ഷ്യമെന്നും ADGP ഓർമ്മിപ്പിക്കുന്നു. അർജുനായങ്കിയെ പിടികൂടാൻ വൈകിയെന്ന വിമർശനങ്ങൾ തള്ളിക്കളഞ്ഞ പോലീസ് ഇതിന് പിന്നിൽ വ്യക്തമായ തന്ത്രമുണ്ടായിരുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്നു. വെടിവെച്ച് പിടിക്കേണ്ടത്ര ഗൗരവമുള്ള സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ എത്രത്തോളം ഓടുമെന്നാണ് പോലീസ് നോക്കിയത്. ആയങ്കി ഓടിയെത്തുന്നിടത്ത് നിന്ന് അയാളെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്ന കൂടെയുള്ള ആളുകളെ കൂടി പിടികൂടുക എന്ന പോലീസ് തന്ത്രമാണ് അവിടെ വിജയിച്ചത്. അതേസമയം താൻ പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിലിരുന്നതല്ലെന്നും കീഴടങ്ങാൻ തീരുമാനിച്ചാണ് അഭിഭാഷകയുടെ ഫ്ളാറ്റിലേക്ക് വന്നതെന്നുമാണ് അർജുനായങ്കിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. താൻ ആയങ്കിയെ ഒളിപ്പിച്ചു താമസിപ്പിച്ചു എന്ന ആരോപണം തെറ്റാണെന്നും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും കീഴടങ്ങാനുമാണ് അയാൾ എത്തിയതെന്നും അഡ്വക്കേറ്റ് ഡെലിറ്റ ടൈറ്റസ് അവകാശപ്പെടുന്നുണ്ട്. പോലീസ് സംഘം വന്നപ്പോൾ യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ വാതിൽ തുറന്നു നൽകിയായിരുന്നുവെന്നും ഫ്ളാറ്റിൽ CCTVയും ചുറ്റും ഒരുപാട് വീടുകളും ഉള്ളതിനാൽ ഇവിടെ ഒരാളെ ഒളിപ്പിച്ചു നിർത്താൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വിഷയങ്ങളൊക്കെ വീണ്ടും വീണ്ടും പരിശോധിച്ചു വരികയാണ് കേരള പോലീസ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരും.